അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ. നല്ല സൂപ്പർ വർക്കിംഗ് ആണ്. EQ എല്ലാം ഇങ്ങനെ ലക്കി കിട്ടും. ചിലപ്പോൾ നിങ്ങൾ തട്ടുംപുറത്തുള്ള ഏതെങ്കിലും ആംപ്ലിഫയർ ചെക്ക് ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അന്നത്തെ ആ ഒരു ഓൾഡ് ആംപ്ലിഫയർ STK പൊളിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ ഈ ബോർഡ് EQ 5 ബാൻഡ് ഇക്വലൈസർ ആണ്. അത് പിന്നെ ഈ പറഞ്ഞ വ്യൂ മീറ്റർ ഒന്നും ചെക്ക് ചെയ്തില്ല. വെറുതെ എങ്ങനെ ഉണ്ടാക്കും ആംപ്ലിഫയർ, ഇതൊക്കെ വർക്ക് ചെയ്യണ്ടേ. അപ്പോൾ ഇതിൽ എന്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോൾ ഈ ആംപ്ലിഫയറിൽ ഒരു ചാനൽ അത് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ഇതൊന്നും അന്ന് ചെക്ക് ചെയ്തില്ല, കാരണം ഇതൊക്കെ അവിടെ വീണ് കിടക്കുമായിരുന്നു. ആ പവർ സപ്ലൈ ഒന്നും കണക്ഷൻ ഇല്ലാതെ കിടക്കുമായിരുന്നു. അപ്പോൾ അത് അതുപോലെ തന്നെയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് വേണം ബാക്കി എങ്ങനെ പാനൽ വേണം, എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കാൻ. സംഭവമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. സംഭവം വർക്ക് ചെയ്യുന്നത് നോക്കി എടുത്താൽ മതി. പക്ഷേ ഒരുപാട് പേർക്ക് എക്സ്പീരിയൻസ് ആവുമല്ലോ. ചെയ്യാൻ പുതിയതായിട്ട് ഇതുപോലെ പഴയത് കിടക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെക്ക് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കി നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. വെറുതെ പഴയതാന്ന് പറഞ്ഞ് കളയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ കൊടുക്കണം. തൽക്കാലം വലിയ പണിയൊന്നുമില്ല. നമ്മൾ സപ്ലൈ ഇങ്ങനെ ഡയറക്റ്റ് കൊടുത്തിട്ട് ഇതിലേക്ക് സ്പീക്കറിൻ്റെ കണക്ഷൻ ഉണ്ട്, അതുപോലെ വ്യൂ മീറ്ററിൻ്റെ കണക്ഷനും കൂടി കൊടുത്തിട്ട് ഒരു സിഗ്നൽ കൊടുത്ത് നോക്കും, പ്ലേ ആവുന്നുണ്ടോ നോക്കും. അതിൽ വ്യൂ മീറ്ററും കണക്ട് ചെയ്ത് നോക്കുക. അത്രേ സംഭവമുള്ളൂ. നോക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഴയ വീഡിയോയിൽ കാണിച്ചതാണ്. STK ബോർഡാണ്. അതിനിവിടെ ഒരു ചെറിയ പൊട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അനാവശ്യ വയറുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ബോർഡൊന്നും ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല, വല്ലാതെ ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല. ഇതിൽ കപ്പാസിറ്റേഴ്സൊക്കെ എത്ര എണ്ണം നല്ലതാണ്, എത്ര റെസിസ്റ്റേഴ്സ് ഒക്കെയാണ് അതൊന്നും പറയാൻ പറ്റില്ല. കാരണം കപ്പാസിറ്റേഴ്സൊക്കെ ആ ESR വാല്യൂ ഒന്നും നോക്കാൻ ആ മീറ്റർ വെച്ച് ചെക്ക് ചെയ്താലേ ആക്യുറസി കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ മീറ്റർ ഉണ്ടെങ്കിലൊക്കെ നടക്കുള്ളൂ. നമ്മൾ മാക്സിമം എത്രത്തോളം നന്നായിട്ടുണ്ട്, എങ്ങനെ ഉണ്ട് എന്നുള്ളത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അത് ഈ വീഡിയോയിലല്ല, അല്ലാതെ ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മളിത് വർക്ക് ചെയ്യുന്നുണ്ടോയെന്നാണ് നോക്കുന്നത്. വർക്ക് ചെയ്യേണ്ടത് തന്നെ പകുതി പ്രശ്നമല്ല, മുക്കാൽ പ്രശ്നം കഴിഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞാൽ വളരെ ഇൻപുട്ടിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, സിഗ്നലിൽ കൺട്രോളും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പ്രിൻറ്റും മറ്റൊന്നും ഒരു പ്രശ്നമില്ല, ഒക്കെ ക്ലീനാണ്, എല്ലാം ക്ലിയറാണ്. ഇതെന്തോ ഒരു കാരണം കൊണ്ട് ഇവിടെ ഒരു ചെറിയ പൊട്ടുണ്ടായിന്. അപ്പോൾ അത് മാത്രമേ ഇതിന് പ്രശ്നമുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ പവർ സപ്ലൈ കൊടുത്തിട്ട് ഈ സ്പീക്കറിൽ കണക്ഷൻ വരുന്നുണ്ട് നോക്കുക. അപ്പോൾ ഇൻപുട്ട് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് അത് അതിൽ വ്യൂ മീറ്റർ കൊടുത്ത് ചെക്ക് ചെയ്യണം. നമുക്ക് ഇതുപോലെ EQയും ചെക്ക് ചെയ്യണം. EQവിൽ ഈ സ്ലൈഡറൊക്കെ കൺട്രോൾ കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ കണക്ഷൻ കൊടുത്ത് സ്പീക്കറും പവർ സപ്ലൈ ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻ, അതായത് ഈ ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻ കൊടുത്തു. ഇത് 12 വോൾട്ടാണ്, ഇത് 24 വോൾട്ടാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒച്ച കേൾക്കാം. അപ്പോൾ തൊടുമ്പോൾ തന്നെ അറിയാം. അത് അതിൽ നിന്ന് അങ്ങനെ തൊടാതിരിക്കുക, നമ്മൾ സിഗ്നൽ വെച്ച് ചെക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത രണ്ടാമത്തെ ചാനൽ ഓക്കെ ആണോ നോക്കാം. സ്പീക്കർ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ രണ്ടാമത്തെ ചാനൽ ഓക്കെയാണ്. അപ്പോൾ ഇനിയാണ് നമുക്ക് നമ്മളെ ഐറ്റംസ് ടെസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് 12 വോൾട്ട് കൊടുത്തിട്ട് വ്യൂ മീറ്റർ ടെസ്റ്റ് ചെയ്യാം. ഇതിന് ഒരു പ്രതീക്ഷ ഉള്ളൂ, ഇതിന് പ്രതീക്ഷ കുറവാണ്. അപ്പോൾ നമുക്ക് ഇത് 12 വോൾട്ട് സപ്ലൈയിൽ കൊടുക്കുക. ഇത് രണ്ടും ഇൻപുട്ട് ലൈനാണ്. ഈ കാണുന്ന രണ്ട്, ഈ ബ്ലൂവും വയലറ്റും പണ്ടായിട്ടുള്ള വയറാണ്. ഗ്രീനും റെഡും പോസിറ്റീവും നെഗറ്റീവും ആയിരിക്കാം. അപ്പോൾ ആ കെട്ട് നിങ്ങൾ കണ്ടോ, ഇത്ര വർഷം മുമ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. കുറേ വർഷം മുമ്പൊന്നല്ല, അടുത്ത കാലത്ത് വരെ ഇങ്ങനെയൊക്കെ ഈ ടൈപ്പ് ടൈ ആണ് ഉപയോഗിച്ചത്. നമ്മളിപ്പോൾ കേബിൾ ടൈ ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ അത് കൊടുത്ത് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് സിഗ്നൽ എന്ന് പറയുന്നത് തൽക്കാലം ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ഭാഗത്ത് ഗ്രീൻ കാണുന്നുണ്ട്, മറ്റേ ഭാഗത്ത് ഗ്രീൻ കാണുന്നുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ കൈകൊണ്ട് ടച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ് ആ കാണുന്നത്, കണ്ടോ. അപ്പം ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വ്യൂ മീറ്റർ വർക്കിംഗ് ആയിട്ടാണ് കാണുന്നത്. ഇത്രയോ കാലമായിട്ട് കിടക്കണതാണ്, വെറുതെ അട്ടത്ത് കിടക്കുന്ന ഒരു സംഭവമാണ്. അതിലെല്ലാ ഒരുവിധം തുരുമ്പും റസ്റ്റും പൊടിയൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല ക്ലിയർ ആയിട്ട് സിഗ്നൽ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ മ്യൂസിക് കൊടുത്ത് നോക്കാണ്ട്, അപ്പോൾ കാണാം അതിൻ്റെ പ്ലേ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിൽ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. കോമ്പണൻറ്റ് സൈഡ് എന്നൂടെ കാണാം. അവിടെ ഗ്ലൂ എന്തോ മറ്റോ ആക്കിയിട്ട് അത് ഇതായിപ്പോയിട്ടുണ്ട്, കോമ്പണൻറ്റ് സൈഡ്. പിന്നെ ഇവിടെ ഒരു മൈനസ് കാണുന്നുണ്ടോ, നിങ്ങളിവിടെ മൈനസ് കാണുന്നുണ്ടോ? ഇത് ഒരു മൈനസ് വോൾട്ടിൻ്റെയാണ്. ഇവിടെ ഒരു പ്ലസ് കാണുന്നുണ്ടോ? ഇവിടെ ഒരു പ്ലസ് കാണാം. അപ്പോൾ അതാണ് പോസിറ്റീവ്. 12 വോൾട്ടാണ്. അത് സംശയമില്ല, നമ്മളങ്ങനത്തെ എല്ലാവിധ ഡിവൈസുകളും 12 വോൾട്ട് തന്നെയാണ്. ഇവിടെ ഔട്ടെന്ന് എഴുതിയിട്ടുണ്ട്, അപ്പോൾ ഔട്ട്പുട്ടാണ്. ഇവിടെ ഇന്നെന്ന് എഴുതിയിട്ടുണ്ട്, അപ്പോൾ ഇൻപുട്ടാണ്. ഇതിൽ വേറെ ഒന്നും സംശയിക്കാനില്ല. നമ്മളിതിപ്പോൾ കണക്ട് ചെയ്യാം, എന്നിട്ട് ഇത് അനക്കി പിടിച്ച് നോക്കാം എന്താ സംഭവിക്കുക. അപ്പോൾ ഞാൻ കണക്ഷൻ മൊത്തം കൊടുത്ത്, കണക്ഷൻ മൊത്തം എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഒരു ഇൻപുട്ട് കൊടുത്ത്, അതായത് നമ്മളെ ഇക്വലൈസറിലേക്ക് ഒരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ഫോണിൽ നിന്ന് കൊടുത്ത്. പിന്നെ ഔട്ട്പുട്ട് ഞാൻ ഇവിടെ ഒരു വോളിയം കൺട്രോൾ വെച്ചിട്ട് ബോർഡിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ആ ഇൻപുട്ടിൽ നിന്ന് നമുക്ക് വ്യൂ മീറ്ററിലേക്കുള്ള സിഗ്നലിൻ്റെ ഇൻപുട്ട് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ വെച്ചിട്ടുള്ളത് ഇതിങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ, അത് അവിടെ ആവശ്യമുള്ളതല്ല, ജസ്റ്റ് നിങ്ങൾ നേരെ നിന്നോട്ട് വെച്ചിട്ടാണ്. പിന്നെ കണക്ഷൻ 12 വോൾട്ട് ഒന്ന് ഇതിലേക്കുള്ളതും ഒന്ന് ഇതിലേക്കുള്ളതും സെപ്പറേറ്റ് ആയിട്ട് ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. സെയിം സ്ഥലത്ത് ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കണക്ഷനും കഴിഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ അസംബ്ലിങ് കഴിഞ്ഞു. ഇനി ഇത് ക്യാബിനറ്റിലേക്ക് എടുത്ത് വെച്ചാൽ പ്രശ്നം കഴിഞ്ഞ് ഉപയോഗിക്കാം, എന്തെങ്കിലും ഇൻപുട്ട് കൊടുത്താൽ ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെയായാലും ഇത് ഓൺ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ അറിയാതെ അനക്കുമോ, ഇത് നിവർത്തി വെക്കുന്നതാണ് കുറച്ചുകൂടെ സേഫ്, ഉപയോഗിക്കാൻ എളുപ്പം.
അപ്പോൾ ഇതിൽ അനക്കി നോക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവട്ടെ എന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുകയാണ്. ഓണാക്കട്ടെ. ശ്രദ്ധിച്ചോളട്ടോ, ഈ ലൈറ്റ് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഒന്ന് ബ്ലിങ്ക് ചെയ്ത് അങ്ങോട്ട് പോയി. അപ്പോൾ ഇനി നമ്മൾ പ്ലേ ചെയ്യണം. പ്ലേ ചെയ്ത് എല്ലാ സർക്യൂട്ടും കറക്റ്റ് ആണെങ്കിൽ സൗണ്ട് ഇപ്പോൾ വർക്ക് ചെയ്യും. അപ്പോൾ വോളിയം ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടാവും. സംഗതി വർക്കിംഗ് ആണ്. ഓക്കെ, ഇല്ല നൈസായിട്ടുള്ളൂ. അപ്പോൾ വ്യൂ മീറ്ററിന് കുറച്ച് ഗെയിൻ കുറവുണ്ട്. അതായത് നമ്മളെ സിഗ്നൽ വ്യൂ മീറ്റർ താങ്ങാനുള്ള അത്ര, അതായത് വ്യൂ മീറ്റർ പ്ലേ ആവാനുള്ള ലോഡില്ല വോളിയത്തിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഇനി ഇത് നോക്കണം. വ്യൂ മീറ്ററിൻ്റെ കാര്യം മനസ്സിലായല്ലോ. ഈ EQയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇതിൽ കൂടെ കയറി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എന്താണ് ആ സ്ഥിതി നോക്കാം. ഞാനിപ്പോൾ ആദ്യം ബേസ് വർക്ക് ചെയ്യാം. ബേസ് മിഡ് ആ വി സെക്ഷനിൽ വെച്ചിട്ടോ സൂപ്പർ വർക്ക് ചെയ്യാണ് ഇവിടെ. അപ്പോൾ ഗ്രാഫിക് ഈക്വലൈസർ വളരെ വർക്കിംഗ് ആണ്. നമുക്ക് അതിനകത്ത് എന്തോ ചെറിയ പൊടികൾ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യേണ്ട പണിയേ ഉണ്ടാവുള്ളൂ. ഇനി വല്ലാതെ ബുദ്ധിമുട്ടായി തോന്നുന്ന ഏതെങ്കിലും EQ മാത്രം, ഈ കൺട്രോൾ മാത്രം മാറ്റിയിട്ടാൽ മതി. അപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ ഒരു ഗെയിൻ ചെയ്തിട്ട് വേണ്ടി വരും കൊടുക്കുക. അതാണ് നമ്മളൊന്ന് അയച്ചപ്പോൾ അതിനകത്ത് ഒരു പ്രീസെറ്റുള്ള ഒരു ബോർഡ് കാണണ്ടായി. അപ്പോൾ ഈ VUക്കുള്ള ഗെയിൻ ആയിരിക്കാം. നമ്മൾ EQ ഫ്ലാറ്റ് ലെവലിൽ വെച്ചിട്ട് നീക്കുമ്പോൾ ഒരു സൗണ്ട് കണ്ടോ, കര. എൻ്റെ താല്പര്യം അത് പുതിയത് വാങ്ങിയിടുന്നതാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ലെവലിൽ നമുക്ക് ഫ്ലാറ്റ് റെസ്പോൺസിൽ നമുക്ക് ഈ VU കിട്ടുമോ, എങ്ങനെയുണ്ട്, ക്ലിയർ ഉണ്ടോ നോക്കാം. നല്ല ലൗഡാക്കേണ്ടി വരുന്നുണ്ട്, നല്ല ലൗഡാക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് VU പ്ലേ ആവാൻ. അപ്പോൾ അത് നമ്മൾ അങ്ങനെയാണ് തീരുമാനിച്ചത്. അപ്പോൾ അതിന് ഗെയിന് വേണ്ട ആവശ്യമുണ്ട്. അന്നേ അതങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടാരോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻപുട്ടിലുള്ള റെസിസ്റ്റർ, അതായത് ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് ഒരു റെസിസ്റ്റൻസും കാര്യങ്ങളുണ്ടാവും. അത് ഏതെങ്കിലും മാറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുത്ത് നമുക്ക് വേണ്ട ലെവലിൽ കിട്ടിയാൽ ഓക്കെ. അപ്പോൾ അത് ഈ ബോഡിയിൽ നിന്ന് കണ്ടുപിടിച്ച് മാറ്റുക. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ. നല്ല സൂപ്പർ വർക്കിംഗ് ആണ് EQ, VO മീറ്ററും പവർ ആമ്പും എല്ലാം. ഇങ്ങനെ ലക്കി കിട്ടും ചിലപ്പോൾ നിങ്ങൾ തട്ടുംപുറത്തുള്ള ഏതെങ്കിലും ആംപ്ലിഫയർ ചെക്ക് ചെയ്ത് നോക്കുക. STK സൂപ്പർ ആട്ടോ. STK നോക്കുന്ന ഒരു ആംപ്ലിഫയർ വേറെ വളരെ ബുദ്ധിമുട്ടാണ് അതിനോട് കമ്പയർ ചെയ്യാൻ. ആ ഒരു റേഞ്ചിലും ആ ഒരു വോൾട്ടേജിലും ആ ക്ലാരിറ്റിയിലും ഒരു സംശയമില്ല, ഉപയോഗിച്ചവർക്ക് അറിയാം. അപ്പോൾ നല്ല ക്ലാരിറ്റി സിഗ്നലിലൂടെ ആകുമ്പോൾ പൊളിയാണ് സംഭവം. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു ഈ ഗെയിൻ സെറ്റപ്പ് അത് ഞാൻ അടുത്ത സെക്ഷൻ 3ാമത്തെ പാർട്ടിൽ അത് ചെയ്യുന്നതും കൂടി കാണിക്കാം. അതുപോലെ ഏത് ടൈപ്പ് പാനലാണ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ അടുത്ത പാർട്ട് ശരിക്കും വരിക. 3ാമത്തെ അല്ല 4ാമത്തെ പാർട്ടിലാണ് ഇതിൻ്റെ കൺട്രോൾ മാറ്റുന്നത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത പാർട്ടിൽ നമുക്ക് ആ പാനൽ ഡിസൈനിങ് എങ്ങനെ വരണം, അതിപ്പം ഈ സാധനം വരണം, എനിക്ക് ഈക്വലൈസർ വരണം. അപ്പോൾ ഇത് ഈ വ്യൂ മീറ്റർ കൊള്ളിക്കണം, 2 വോളിയം കൺട്രോൾ വേണം, പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഒരു ബ്ലൂടൂത്ത് വേണം. നമുക്ക് ഇൻപുട്ട് ഇപ്പോൾ ബ്ലൂടൂത്ത് അല്ലേ ഉള്ളൂ. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്ലൂടൂത്ത്
പറ്റിയാൽ ബഫറിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാം, അതായത് ഇതിലേക്ക് ആവശ്യമുണ്ടോ ഇല്ലേന്ന്. അതെല്ലാം ഇൻറ്റേർണലി വരുന്നതാണല്ലോ, അതും നമ്മളെ ക്യാബിനറ്റിൻ്റെ സൈസായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ ക്യാബിനറ്റ് തീരുമാനിക്കലാണ് ഫ്രണ്ട് പാനൽ, ബാക്ക് പാനൽ, ഏത് ഫിറ്റിങ്സ് എടുക്കണം. കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ, നല്ലൊരു ടൈപ്പ് ക്വാളിറ്റി ചെയ്ത് നോക്കാം. അപ്പോഴല്ല അതിനോണ്ട് കാര്യമുള്ളൂ. അപ്ഡേറ്റ് ചെയ്യാൻ വരുമ്പോൾ മാക്സിമം അപ്ഡേഷൻ ആയിരിക്കണം, നല്ല ക്വാളിറ്റി ആയിരിക്കണം. ഒരാൾക്ക് ഇപ്പോൾ ഇത് വാങ്ങണം തോന്നിയാലും അവർക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണം. ആ വ്യത്യസ്തതയാണ് നമ്മളെ പാനൽ ഡിസൈനിൽ വരാനുള്ളത്, തീർച്ചയായിട്ടും കാണണം. പിന്നെ അതുകൂടാതെ ഇത് അയച്ചിട്ട് ഈ പൊടി മറ്റൊക്കെ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ആ പുതിയ ക്യാബിനറ്റിലേക്ക് ഫിറ്റ് ചെയ്യുക. അപ്പോൾ അത് ഫുൾ ക്ലീൻ ചെയ്ത് നല്ല ഫ്രഷ് ആയിരിക്കും. അപ്പോൾ അത് ഒരു വലിയ വീഡിയോ ആയിരിക്കും ആ ലാസ്റ്റ് വീഡിയോ. അടുത്ത വീഡിയോ കുറച്ച് ചെറുതായിരിക്കും, കാരണം പാനൽ ഡിസൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ആംപ്ലിഫയർ സെറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കാം. നിങ്ങൾ തുടങ്ങുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒരു ഐഡിയ ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ അതിൽ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് ഉപകാരമാട്ടെ. ഇന്നത്തെ വീഡിയോയിൽ ഇതിപ്പോഴാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അന്ന് അയച്ച് വെച്ചിട്ട് ഇന്നാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ നല്ല റിസൾട്ടാണ്, നല്ല പ്രതീക്ഷിക്കാത്ത റിസൾട്ടാണ് ഈ ക്യൂന്ന് വരുന്നത്. നല്ലൊരു ബേസിൻ ലെവലൊക്കെയാണ് വരുന്നത്. ഒരു ചിലപ്പോൾ യാതൊരു പ്രശ്നമില്ല. അതിപ്പോൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഇവിടെ കേൾക്കുന്നത് എനിക്കറിയാം. നല്ല സൂപ്പർ റിസൾട്ടാണ് STK വരുന്നത്. അപ്പോൾ അതിൽ നല്ല ടൈപ്പ് പാർട്സ് ആയിരിക്കാം അന്നൊക്കെ ഉപയോഗിച്ചത്, അതുകൊണ്ട് അത്രയും ലാസ്റ്റ് ചെയ്തിട്ട് ഇപ്പോഴും കൺട്രോൾ ആവുന്നത്. നമ്മളിപ്പോഴത്തെ വോളിയം കൺട്രോളിൻ്റെയൊക്കെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വളരെ ബെസ്റ്റാണ് സംഭവം. ഒരു 10 വർഷം ഒന്നും ആയിരിക്കില്ല അതിൻ്റെ പഴക്കമുള്ളത്. അത്രയും മുമ്പുള്ള ഒരു ടീമാണ് തന്നത്. അത്രയും മുമ്പ് എടുത്ത് നന്നാക്കി വെച്ചെന്ന് പറഞ്ഞ ടീമാണ് തന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഈ ബോർഡൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഇപ്പോൾ കിട്ടാനേ ഇല്ല. 250 വാട്ട് എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിട്ട് PMPA ആണ് 250. പക്ഷേ പക്ക വാട്ട്സാണ് ഇപ്പോൾ കേട്ടത്. അത് ഇതിൻ്റെ കറക്റ്റ് സ്പീക്കറും കൂടി നമ്മൾ ഇതിനെ സെറ്റ് ചെയ്യും ലാസ്റ്റിൽ. അപ്പോൾ അത് അന്നേരം നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ RMS കാൽക്കുലേഷൻ കാര്യമൊക്കെ അതിൽ പറയാം. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, ഓൾ ബട്ടൺ അമർത്തണം. അടുത്ത വീഡിയോയിൽ കാണാം.